ഒരു നേതാവാണ് അയ്യങ്കാളി. ഞാൻ തിരിച്ചു വരും. സ്റ്റെയർകേസിന്റെ പടിയിൽ നിന്ന് താഴേക്ക് വീണു. സോഫിയുടെ തടവറയിൽ നൂറുകണക്കിന് തടവുകാർ, കുട്ടികൾ, യുവതികൾ, വൃദ്ധകൾ, എല്ലാവരും തന്നെ ജൂതവിരോധികളായ ക്രിസ്ത്യാനികൾ. തടങ്കൽ പാളയ മേധാവി റൂഡോ ഹോസ്റ്റ്യൻ. അയാൾ പതിവായി പാളയത്തിലെത്തും. സുന്ദരികളായ യുവതികളെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ എങ്ങനെയാണെന്ന് സോഫിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യും? ജർമ്മനിക്കെതിരെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആയിരക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങൾ ഹിറ്റ്ലറെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നിട്ടും പതിവ് പോലെ പരിവാര സമേതം കടന്നു വന്നു. എല്ലാവരും തന്നെ തയ്യാറാവുക. കൃത്യസമയത്ത് തീവണ്ടി പുറപ്പെടും. നിങ്ങളിപ്പോൾ ബ്രിക്കലയിലേക്കാണ് പോകുന്നത്. അറിയാം, ബ്രിക്കല ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ തടവുപിള്ള ഉത്കർഷ തീവണ്ടി ബ്രിക്കല ലക്ഷ്യമാക്കി മാറ്റി. വലിച്ചു പുറത്താക്കി. ഓടിപ്പോകുന്ന കുട്ടികളെ ഒരു പട്ടാളക്കാരൻ ചാടി തറപ്പിച്ചു. മാറിപ്പോയടാ പട്ടികളെ. എന്റെ മക്കളെ തരൂ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ ആവശ്യമില്ലാത്തതാണ്. നോക്കൂ, അതാണ് ഗ്യാസ് ചേമ്പർ. കണ്ടിട്ടില്ലല്ലോ? ഞങ്ങൾ അവരെ അങ്ങോട്ടേക്കാണ് അയക്കുന്നത്. ദയവ് ചെയ്ത് എന്നെ അവരോട് പഠിക്കും, അല്ലെങ്കിൽ എന്റെ മക്കളെ തരൂ പ്ലീസ്. സോഫി, നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു കുട്ടി ഒന്നിനെ മാത്രം നിനക്ക് തരാം. ആൺകുട്ടി വേണോ അതോ ആ പെൺകുട്ടി വേണോ? വേഗം പറയൂ സുന്ദരി. അവളിൽ നിന്നൊരു ആത്മഹത്യ വേണം. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. പറയണേ. അതൊരു ഗർജനമായിരുന്നു. ഞാൻ അശക്തിയാണ്. എന്റെ പൊന്നു മക്കള്. ചൂണ്ടിയത് ജാനിന് നേരെ. ജാൻ ഓടിയെത്തി. ഈവ മുമ്പോട്ട് നീങ്ങിയതും ഒരു പട്ടാളക്കാരൻ അവളെ ഫലമായി പിടിച്ചു. കൊണ്ടുപോകും. ആ സ്വപ്നം ആട്ടിത്തെളിക്കപ്പെട്ടു ഗ്യാസ് ചേമ്പറിലേക്ക്. സൂര്യനും ചന്ദ്രനും താരങ്ങളും ഏതെങ്കിലും തടങ്കൽ പാളയത്തിൽ വിശപ്പും രോഗവും അവനെ കാമിക്കുന്നേക്കാം. യുദ്ധാവസാനത്തോടെ സോഫി മോചിതയായി. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ഒരു ഭാഗത്ത് ജനങ്ങൾ ഉണ്ണുകയും ഉറങ്ങുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നപ്പോൾ ജൂതന്മാർ മാത്രമല്ല, ഫാസിസ്റ്റ് ശക്തികളോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം പങ്കിട്ടെടുക്കേണ്ടതാണ്. വേദിയിൽ വട്ടേനാടിൻ്റെ വാനമ്പാടി കൂറ്റനാട് സ്വദേശി കൃഷ്ണ VS, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ